മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നാട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്ത സാധനമായി മാറി. മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും ചെവി കൊടുത്തോ? ആരും ചെവി കൊടുത്തില്ല. അപ്പോൾ ഇവർ വനിതാ സംവരണ ബില്ലാണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഓൾറെഡി 2023 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഇന്ത്യയുടെ രാഷ്ട്രപതി വനിത കൂടിയായിട്ടുള്ള ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ദ്രൗപദി മുർമു ഒപ്പുവെച്ചിട്ടുള്ള 2023 സെപ്റ്റംബർ 29-ന് ഒപ്പുവെച്ചിട്ടുള്ള വനിതാ സംവരണ ബിൽ ആ നിയമം നടപ്പാക്കിയാൽ മതിയല്ലോ. അതെന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഞങ്ങളുടെ ആർഗ്യുമെന്റ് 543-ൽ തന്നെ 33% സ്ത്രീകൾക്ക് മത്സരിക്കാനുള്ള അവസരം കൊടുക്കണമെന്നുള്ളതാണ്. അതെന്താ ഇവരെടുക്കാത്തത്? അപ്പോൾ ഇവരുടെ താല്പര്യം വനിതാ സംവരണമല്ല, മറിച്ച് 2029-ൽ തോറ്റമ്പുമെന്നുള്ള ഭയമുള്ളത് കൊണ്ട് അവർ ഡീലിമിറ്റേഷൻ പിൻവാതിലൂടെ കടത്തിക്കൊണ്ടുവന്ന് തുടർ ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതാണ്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ രാജ്യം ഭരിക്കുന്ന BJPയുടെ ശക്തി ക്ഷയിച്ച് ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്ന രീതിയിലേക്ക് അവർ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ വലിയ പ്രത്യാഘാതം നേരിടണം എന്ന് ഒക്കെ പറയുമ്പോൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ പോലെ ഒരാൾ 12 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ നിത്യജീവിത പ്രശ്നങ്ങളെ ഒന്നും കാണാതെ ഇത്തരത്തിലുള്ള കുൽസിതമായിട്ടുള്ള ചില ശ്രമങ്ങളിലൂടെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ലാതെ മറ്റൊന്നും നടത്താത്ത ആളുകൾ ഈ രാജ്യം ഭരിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം ഇന്ത്യൻ ജനാധിപത്യം നേരിടാനില്ല. ഈ മോഷ്ടിക്കപ്പെട്ട ജനാധിപത്യത്തിന്റെ ബലത്തിൽ മാത്രം രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന, രാജ്യത്തെ ഇലക്ഷൻ സംവിധാനങ്ങളെപ്പോലും ഇലക്ഷൻ കമ്മീഷനെ പോലും അവിശ്വാസത്തിലേക്ക് നയിച്ച ഒരു ഭരണ സംവിധാനം രാജ്യത്തിരിക്കുമ്പോൾ അതിനേക്കാൾ വലിയ പ്രത്യാഘാതം എന്താ നമ്മൾ നേരിടാനുള്ളത്?